കൊല്ലല്ല സർ, ഒരൊറ്റ ചാൻസ് എനിക്ക് വേണം. ചാൻസ്? അതും നിന്നെ പോലെ ഒരു ചതിയന്? നോ വേ. എന്തായാലും പൊന്നുമന്റെ ടൈം കഴിഞ്ഞിരിക്കുന്നു. സോ ഗുഡ് ബൈ. അധികം നേരം ഇവിടെ ചുറ്റിക്കറങ്ങി നിൽക്കണ്ട, വേഗം വീട്ടിൽ പോവാൻ നോക്ക്. താങ്ക് യു. അത് പിന്നെ താനാരാ? ഇറ്റ്സ് നല്ലൊരു ബിസിനസ്. ഓക്കെ, പറഞ്ഞത് മറക്കണ്ട. What you know about rolling down in the deep? When your brain goes numb, you can go freeze. When these people talk too much, put that shit in slow motion. Yeah, I feel like an astronaut. Like, what you know about rolling down in the deep? When your brain goes numb, you can call that mental freeze. When ആൽബി, ആ ഡീലിന്റെ കാര്യം എന്തായി? അപ്പ സബ്മിഷൻ കൊടുത്തിട്ടുണ്ട്. നാളെ കമ്പനിയിൽ വന്നിട്ട് ബാക്കിയാക്കാന്ന ഒരു മെയിൽ അയച്ച്. എപ്പൊ നോക്കിയാലും ഒരു ബിസിനസ് ഡെയിലി പ്രൊജക്ട് മനുഷ്യൻ കേട്ട് മടുത്ത്. ഈ ഫുഡിന്റെ ടൈമെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? അതെന്ത് ടോക്കടി ഭാര്യം, എല്ലാം നമുക്ക് തന്നെ വേണ്ടിയല്ലേ? നിങ്ങളുടെ പറച്ചില് കേട്ടാ തോന്നും ഇവിടെ ഒന്നും ഇല്ലെന്ന്. ഇവിടെ ഇനി എത്ര കുമിഞ്ഞു കൂടി ഉണ്ടായാലും എന്റെ മക്കൾക്ക് ഒരു കുറവ് വരാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇനി എങ്ങനെ സമ്പാദിക്കും? ഇങ്ങനൊരു തന്ത നിങ്ങളുടെ മക്കളും തന്തയും എന്താന്ന് വെച്ച് ചെയ്യേ. ഒട്ടും കുശുമ്പില്ലല്ലോ ഭാര്യ. എനിക്കൊന്നുമില്ല. അപ്പൊ ഇവ നാളല്ലേ വരുന്നേ? വരുവായിരിക്കും. എങ്ങനെയൊക്കെ സമ്മതിപ്പിച്ചെടുത്തിട്ടുണ്ട്. വന്നാലും പെട്ടെന്ന് തിരിച്ചു പോകുന്ന അവന്റെ ഉത്തരവ് ഇവിടെ പറ്റുന്നില്ലല്ലോ. അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങോട്ടൊന്ന് വന്നാൽ മതി, ബാക്കി കാര്യം നമുക്ക് അപ്പൊ നോക്കാം. Sabes que ya llevo un rato mirándote. Tengo que bailar contigo hoy. Vi que tu mirada ya estaba llamándome. Muéstrame el camino que yo voy. Tú eres el imán y yo soy el metal. Me voy acercando y voy armando el plan. Solo con pensarlo se acelera el pulso. Oh yeah, ya me está gustando más de lo normal. Todos mis sentidos van pidiendo más. Esto hay que tomarlo sin ningún apuro. Despacito, 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 ഫോൺ കട്ടായല്ലോ. ഇവൻ എന്തിനാ പോയി ടൈമിന് വിളിച്ചേ? ഹലോ, എന്താണ് വിളിച്ചേ? എടാ, നാളെ നീ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? നാളെ നാട്ടിൽ പോകണം. എന്നിട്ട് എത്ര മണിക്കാ ഫ്ലൈറ്റ് മോർണിംഗ് 5 മണിക്ക് ആണല്ലോ. എന്നിട്ട് ഇപ്പൊ എത്ര ടൈം? നീ ഇപ്പോ ഈ ടൈം ചോദിക്കാനാണോ വിളിച്ചേ? ഒരു 10 മണിയൊക്കെ ആയി കാണും. നിനക്ക് തീരെ ബോധല്ലേ? നീ പോകുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും റെഡി ആക്കിയോ? ഒന്ന് കൂൾ മാൻ. റെഡി ആക്കാനൊക്കെ എന്തിരിക്കണം? ഈ 2 കൂട്ടർ ഡ്രസ്സ്, അല്ലറ ചില്ലറ കുറച്ച് കാര്യങ്ങള്, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ വന്നിട്ട് ശരിയാക്കിക്കോളാം. എന്തോന്ന് 2 കൂട്ടർ ഡ്രസ്സ്, അല്ലറ ചില്ലറ കാര്യങ്ങളോ? ഇവിടുന്ന് വീടും പൂട്ടി വരാനാ ചാച്ചന്റെ ഉത്തരവ്. ഈ അപ്പക്ക് എന്തിന്റെ കേടാ? ഞാനൊന്നുമില്ല. നീ വരുന്നു, നമ്മൾ പോകുന്നു, അത്രേ ഉള്ളൂ. ഇത് വലിയ കഷ്ടാണല്ലോ.
ആദ്യ അച്ഛ ഇതുവരെ എഴുന്നേറ്റില്ലേ? ഇല്ല ഇച്ച, വാഴ വെട്ടിട്ട പോലെ അവിടെ കിടപ്പുണ്ട്. എന്നാ നീ അവനെ പോയി വിളിച്ചേ. ആദ്യം ഇന്ന് വരും, അവനെ പിക്ക് ചെയ്യാൻ പോകണം. ആ ഇച്ച, അപ്പോ ഇച്ച വരുന്നില്ലേ? ഇല്ലടാ, ഇന്ന് കമ്പനിയിലെ ഒരു ഇമ്പോർട്ടന്റ് ഡീല് നടക്കുന്നുണ്ട്. സോ ടീമിലെല്ലാരും ലീവ് എടുക്കരുതെന്ന് ഓർഡർ. എന്നാ ഞാൻ പോയി അച്ഛനെ വിളിക്കട്ടെ. തലയിണം കെട്ടിപ്പിടിച്ച് എന്താ അവന്റെ ഒരു കിടപ്പ്. അച്ചു ഡാ എഴുന്നേറ്റ്. അച്ചു എഴുന്നേക്കടാ, ഇന്ന് ആദ്യം വരും, അവന് കൂട്ടാൻ പോകണ്ടേ? അവന് ഒരു 5 മിനിറ്റ് ഇപ്പൊ എണീക്കാം. പറ്റില്ല ഡാ എഴുന്നേൽക്ക്, ഇല്ലെങ്കിൽ ഞാൻ ഇച്ചെന്ന് വിളിക്കും. ഓ എഴുന്നേറ്റ് എന്താ? എന്നാ പൊന്നിമും പോയി ഫ്രഷ് ആയി വാ, ആദ്യം കൂട്ടാൻ പോകണ്ടേ? അത് വരുന്നുണ്ടോ? അതല്ലടാ ഞാൻ പറഞ്ഞേ, നീ പോയി ഫ്രഷ് ആയി വാ, അവനിവിടെ എത്താറായിട്ടുണ്ടാവും. ആയി വാ, നല്ല ചിക്കന്റെ മണാണല്ലോ. എന്താ മാതാശ്രീ, ഇന്നൊരു പ്രത്യേക സ്മെല്ലൊക്കെ? അതൊക്കെ ഉണ്ടെന്നേ. എന്നാലും എന്റെ അമ്മച്ചി, ഇത്രയും കളി ഞങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ഇതൊന്നും കിട്ടിയില്ലല്ലോ. അവന്റെ പറച്ചില് കേട്ടാ തോന്നും ചിക്കൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ലെന്ന്. ഇന്നലെ ഡിന്നറിന് ചിക്കൻ അല്ലായിരുന്നടാ. അതൊക്കെ ശരി തന്നെ, എന്നാലും ഇത് അവനക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന പോലെ. അതേടാ, അവൻക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ തന്നെ. എന്റെ മോൻ പോയിട്ടേ 5-6 വർഷമായി. ഇന്നാ വരുന്നിട്ട്. എന്റെ കുട്ടി വലുതായി കാണുമോ എന്തോ. എന്നാലും എന്റെ കയ്യിലിട്ടാനും വളർത്തിയേ. ഞങ്ങൾ എന്താ തകിട് കൊടുത്ത് വാങ്ങിയതാണ് അമ്മച്ചി. അല്ലേലും അവനെ കുറിച്ച് പറയുമ്പോ വലിയ നാവാണല്ലോ. അതേടാ, വലിയ നാവാൻ തന്നെ. നീ എന്റെ കയ്യിന് ചൂടാറുണ്ടെങ്കിൽ ഇപ്പൊ നീ പൊക്കോ. ഓഹോ, അല്ലേലും കാര്യം പറയുമ്പോ ഇങ്ങനൊക്കെ തന്നെയാണല്ലോ. ഓ ഞാൻ പോണ്. അച്ചു നീ പോകുന്നില്ലടാ പിക്ക് ചെയ്യാന്? ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് അവൻ വിളിച്ച് പറഞ്ഞിരുന്നു. എന്തായാലും ആദ്യമോൻ അവരെ കൂടെ ഉണ്ടല്ലോ, അതാണ് പിന്നെ ഒരു സമാധാനം. അപ്പ ഇറങ്ങിയാലോ? അച്ചു ഞങ്ങൾ ഇറങ്ങുവാ, പറഞ്ഞതൊന്നും മറക്കണ്ട നീ. നിങ്ങള് പോകാൻ നോക്ക്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. എല്ലാം റെഡി അല്ലേ ലൂക്ക? യെസ് സർ. ഓക്കെ ദെൻ സച്ചിൻ കം ടു മൈ ക്യാബിൻ. യെസ് സർ. സർ ഫയൽ. സച്ചിൻ, കാര്യങ്ങളൊക്കെ അറിയാലോ. പ്രസന്റേഷൻ നടത്തുമ്പോൾ ഫുൾ ഫോക്കസ് അതിലായിരിക്കണം. മിസ്റ്റേക്സ് വരാതെ നീ നോക്കണം. ഈ പ്രൊജക്ടിന്റെ വാല്യൂ ഞാൻ പറയുന്നത് തന്നെ നിനക്കറിയാലോ. സോ ബി അറ്റൻഷൻ. ഓക്കെ? ഓക്കെ സർ, ഐ വിൽ ഡു മൈ ബെസ്റ്റ്. യു ക്യാൻ ഗോ നൗ. സച്ചു എന്താടാ വിളിച്ചേ? അത് പ്രസന്റേഷന്റെ കാര്യം പറയാനോ? എന്താടാ ഒരു ടെൻഷൻ പോലെ? നീ ഓക്കെ അല്ലേ? എടാ ടെൻഷൻ, ഞാൻ ഓക്കെയാ. പക്ഷെ ചെയ്യുമ്പോ ഇതിലും ഇറർ വന്നാ? അങ്ങനൊന്നും ഉണ്ടാവില്ലടാ, നീ എല്ലാം നോക്കിയില്ലേ. എന്നാ ധൈര്യമായിട്ടേ. എപ്പോഴും നീ തന്നെയല്ലേ പ്രസന്റേഷൻ നടത്താറ്, ഇപ്പൊ എന്താ പ്രത്യേകിച്ച്? ആടാ അതൊക്കെ ശരിയാ, എന്നാലും ഇത് കുറച്ച് പണിയുള്ളതാ, നിനക്ക് തന്നെ അറിയാലോ. ആടാ എന്നാലും ഇതൊക്കെ നിന്നെ കൊണ്ടല്ലേ പറ്റൂ, നീ ധൈര്യമായിട്ടേ. ഹലോ, അതെ. വാട്ട്? ഇറ്റ്സ് ഇമ്പോസിബിൾ. ഓക്കെ താങ്ക് യു. ഡാം ഇറ്റ്. ഈ ഡീൽ നടക്കില്ല. എന്ത് ആൽവി, നീ എന്ത് പറയുന്നേ? പ്രൊജക്ട് ലീക്കായി. വാട്ട്? എങ്ങനെ? കമ്പനി ഐഡിയില പുറത്ത് പോയതെന്ന് അറിഞ്ഞത് ആരോ മനഃപൂർവ്വം ലീക്കാക്കിയതാ. ആരാണെങ്കിലും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഇനി ക്രിസ്റ്റോട് ഞാനെന്ത് പറയും? തോത് ടെൻഷൻ ആകണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. എന്താ ആൽവി ഇത്? ജസ്പർ ഇവിടെ ഉണ്ടാക്കുമ്പോ നീ എന്തിനാണ് മാനേജ് ചെയ്യുന്നേ? ക്രിസ്റ്റി? മിസ്റ്റർ ജസ്പർ, എന്താണ് ഡിസ്കഷൻ? ഞാനും കൂടെ അറിയട്ടെ. ക്രിസ്റ്റി, ഈ പ്രൊജക്ട് നടക്കില്ല. വാട്ട്? സി മിസ്റ്റർ ജസ്പർ, താൻ എന്താടോ ആളെ വിളിച്ച് കളിയാക്കുകയാണോ? ഐ ആം സോറി ക്രിസ്റ്റി, എനിക്കങ്ങനെ നിന്നോട് ഇത് പറയാണെന്ന് അറിയില്ല. ആരുടെയും അഴിബന്ധം കൊണ്ട് ഈ പ്രൊജക്ട് ലീക്കായി. സോ ഇനി പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഓക്കെ. നമ്പർ 1 ബിസിനസ് ഗ്രൂപ്പ് ഏജ് കമ്പനിന്റെ CEO എന്നോട് മാപ്പ് ചോദിക്കുന്നു. വാട്ട് ഈസ് സി? എനിവേ ഐ ലൈക്ക് ഇറ്റ്. വൺ മോർ തിങ്, ഇനി ഈ പ്രൊജക്ട് ഡീലിങ്സിനൊക്കെ എല്ലാം ഒന്ന് റീചെക്ക് ചെയ്തിട്ട് ഈ പരിപാടിക്ക് നിന്നാൽ മതി. ഓക്കെ മിസ്റ്റർ ജസ്പർ ഫ്രെഡറിക് ലൂഥർ, ദെൻ ബൈ.
ഡാമിറ്റ്, അവന്റെ മുന്നിൽ ഒരിക്കലും തല താഴത്തിലെന്ന് ഉറപ്പിച്ചതാ. നാണം കിട്ടിച്ചേ. അപ്പം ക്രിസ്ത്യാനികളുടെ ഈ സംസാരം കേട്ടിട്ട് എന്തോ നേരത്തെ അറിഞ്ഞു വെച്ച് പറയുന്ന പോലെ. ഏയ്, അങ്ങനെയാണെങ്കിൽ അവൻ ഇങ്ങോട്ട് വരില്ലല്ലോ. ആ, അതും ശരിയാണല്ലോ. എന്തായാലും കമ്പനിയുള്ള ആരുമാണ് ലീക്കാക്കിയത്, സോ കണ്ടുപിടിക്കാൻ ഈസിയാണ്. അതൊക്കെ നോക്കാം. ഇപ്പൊ നീ എല്ലാവരോടും കോൺഫറൻസ് ആളുകൾ എത്താൻ പറ. എന്തായാലും ഒരു മീറ്റിംഗ് വെക്കാം. ആ അപ്പാ. ആദി, അവൻ എവിടെടാ? എത്ര നേരമായി നമ്മളോട് വെയിറ്റ് ആക്കുന്നു. ഫ്ലൈറ്റ് ഡിലേ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എത്തുന്ന ടൈം കഴിഞ്ഞ്. എന്റെ ഉള്ള ഉറക്കൊക്കെ കളഞ്ഞിട്ട് ഇപ്പൊ ഫ്ലൈറ്റ് ഡിലേ ആണ് പോലും. അതുകൊണ്ട് കാര്യമാണ്ട് നീ രക്ഷപ്പെട്ടു. ഓ, നന്ദിയുണ്ട് അടിയ. ദേ അവൻ വരുന്നു. Can you hear me? Toca, toca latino. I need your love, I need your love, I need your love, I need your love, I need your love. അല്ലടാ ആദി, അവന്റെ കൂടെ ഉള്ളാരോ? അതാണ് ഇവാൻ നെറുക്ക് ജസ്പർ, AJ കോർപ്പറേഷന്റെ ഓണറിൽ ഒരാളാ. എന്തായാലും പുള്ളി കൊള്ളാല്ലേ. വെൽക്കം ബാക്ക് മിസ്റ്റർ റേഡൻ അലക്സാണ്ടർ. ഓ, താങ്ക് യുടാ മച്ച. അല്ല, നിനക്കൊരു മാറ്റില്ലല്ലോ. ഓ, പറഞ്ഞാൾക്ക് പിന്നെ നല്ല മാറ്റാണല്ലോ. ഹലോ ഇവ, യാത്രക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ആ, ഫൈൻ. അച്ചു, നീ എന്താടാ എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നേ? ആ, അത് വിട്. അല്ല ഇവ, നീ എങ്ങനെ പോകുന്നേ? അച്ചു വന്നിട്ടുണ്ട്, ഞാനൊന്ന് അങ്ങോട്ട് പോട്ടെ. ഞാനോ? ഓ, നീ അല്ലടാ, അവന്റെ ബ്രദർ അച്ചു. ഓ, അങ്ങനെ. ഇവ, നീ വാടാ. ആദു, ഞാൻ ഇപ്പൊ വരാവേ. ആടാ, നീ പോയിട്ട് വാ. അച്ചു, ഇവാടാ, നിനക്ക് സുഖല്ലടാ? നീ ആകെ ക്ഷീണിച്ചല്ലോ. അല്ല, യാത്രക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നീ ഒന്ന് ശ്വാസം വിടിന്റെ മാനെ, എന്നിട്ട് ചോയ്ക്ക്. ഒന്ന് പോടാ, കളിയാക്കാതെ. യാത്രയൊക്കെ പരമ സുഖായിരുന്നു. ദേ, ഈ യാതുണ്ടല്ലോ കൂടെ, പിന്നെ പറയാനുണ്ടോ? ആ, പിന്നെ ആദു, താങ്ക് യുടാ. നീ ഇല്ലായിരുന്നാലേ ഈ മുതൽ ഇങ്ങോട്ട് വരില്ലായിരുന്നല്ലോ. താങ്ക് യു. എന്തിനാ അച്ചു, നമ്മളൊക്കെ ഒരു കുടുംബല്ലേ. എന്നാ പിന്നെ പോയാലോ? ആദു, നീ വരുന്നുണ്ടോ? ഇല്ല അച്ചു, അവന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ എപ്പോഴേലും അങ്ങോട്ട് വന്നേക്കാം. ആദു, എത്തിട്ട് വിളിക്കണം, മറക്കരുത്. ഓ, ഇല്ല തമ്പ്ര. ആദ്യം വാടാ, വീട്ടിൽ പോവാ. എനിക്ക് വിശന്നിട്ട് വയ്യ. അല്ല, അപ്പൊ നിനക്ക് ഫ്ലൈറ്റിൽ ഒന്നും കഴിക്കാൻ കിട്ടിയില്ലേ? ആ, കിട്ടി, ചെറുതായിട്ട്. അല്ലടാ അതോ, ഇനി നീ എന്ന കോളേജിലേക്ക് വരുന്നേ? ചേടാ, വീട് പോലെ എത്തിയില്ല. അതിനുമ്പ് നീ എന്നെ കോളേജിൽ എത്തിച്ചോ? ചാച്ച, അൽവിച്ചായ. ഇവ, മോനെ, നിനക്ക് സുഖമല്ലടാ? എത്ര നാളാടാ നിന്നോട് നേരിട്ട് കണ്ടിട്ട്? ആ ചാച്ച, പരമസുഖം. എടാ ഇവ, നീ അതുകൊണ്ട് മെലിഞ്ഞല്ലോ. ഓ, എന്റെ പൊന്നിച്ച, എന്തോന്നിത് വന്ന മുതലേ നെഗറ്റീവ് അടിക്കല്ലേ. എടാ ആൽവി, മമ്മി അവനെ കൊണ്ട് 2-3 പ്ലേറ്റ് ചോറ് കഴിപ്പിച്ചതാ. ഇനി നീ ഇങ്ങനെ കൂടെ പറഞ്ഞ ഇവിടെയുള്ള മൊത്തം അവനെ കൊണ്ട് കഴിപ്പിക്കും. അച്ചു, നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ കുഞ്ഞ് നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്. വന്ന ഇവ, അമ്മ നിന്റെ ഫേവറേറ്റ് ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. മമ്മി, ഇപ്പൊ നേരത്തെ നൂഡിൽസ് കഴിച്ചേ? അത് നേരത്തെ അല്ലേ, ഇപ്പൊ നീ ഇങ്ങ് വന്നേ. ഇത് വരുന്നു. ഇല്ലടാ. ഡൗട്ടൊന്നുമില്ല. ആ, ഓക്കെ, എന്നാ നാളെ കാണാം. ശരി. അല്ല, നീ എപ്പോ വന്നു? ഒരു 10-25 വർഷമായി കാണും. ഇത്രയൊക്കെ ആയിട്ടും നിന്റെ തമാശക്കൊരു കുറവില്ലല്ലോടാ. ഓ, ആണല്ലേ. അല്ല, ആ ഒരു ടൈമില് കോളൊക്കെ. അത് പിന്നെ എന്റെ ഫ്രണ്ടാ. പിന്നെ പാർട്ട് ടൈം ജോബൊക്കെ എങ്ങനെ പോകുന്നു? എന്ത് പറയാനും, ആദ്യത്തെ പോലെ തന്നെ. അച്ചൂടാ, നീ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നീ ഞങ്ങളെ ഇപ്പോഴും അന്യരായിട്ടാണ് കാണുന്നേ. നിനക്ക് വേണ്ടി ഞങ്ങൾ എന്ത് വേണേലും. അതും ഈ ടോപ്പിക്ക് നമ്മൾ നിർത്തിയല്ലേ.
എത്രാന്ന് വെച്ചാ നിങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ നീ എന്താന്ന് വെച്ച് ചെയ്യും. ഞങ്ങൾ പറയുന്നിടത്തോളം പറഞ്ഞല്ലോ. എന്താണ് ഞാൻ അറിയാത്തൊരു ചർച്ച? ഇന്നലത്തെ പ്രോജക്റ്റ് ക്യാൻസലായി, അതിനെ കുറിച്ച് പറയായിരുന്നു. ഇതുവരെ അങ്ങനൊന്നും ഇല്ലായിരുന്നാണല്ലോ, ഇതൊന്ന് പറ്റി പെട്ടെന്ന്. പുതിയ പുതിയ എംപ്ലോയീസ് ഒക്കെ വരുമ്പോ ഇതൊക്കെ ചേഞ്ച് ആക്കും. അപ്പൊ ആളെ കണ്ടുപിടിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഗെറ്റിട്ട് അടിപ്പിക്കണം. ഇനിയും ആ കമ്പനി വെച്ച് നിർത്താൻ പാടില്ല. ഗെറ്റിട്ട് അടിക്കാനോ? എന്താ നീ പറയുന്നേ? പോയതെന്തായാലും പോയി, ഇനി അതും പിടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. ബാക്കിയുള്ളതൊക്കെ നോക്കാം. ആ, അത് ശരിയാപ്പ. അല്ല അച്ചു, നീ കോളേജിൽ പോണില്ലേ? ആ, ഞാൻ ഇറങ്ങുവാ. അച്ചു, ഞാനും കൂടെ വരട്ടെ? ആടാ, നീയും പോരെ. അച്ചൂടാ, നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. എല്ലാം നല്ലതിനാ. എന്ത് നല്ലതിന്? നിനക്കും നിന്റെ ഗാങ്ങിനും കൊല്ലണതൊക്കെ നല്ലതാണല്ലോ. അങ്ങനല്ലടാ, എന്നാലും നീ ചെയ്തേ പറ്റൂ. എന്നെ കൊണ്ട് പറ്റില്ല. ഒരാളെ കൊന്നിട്ടുള്ളതൊന്നും എനിക്ക് വേണ്ട. നീ എന്താടാ ഇപ്പൊ വെച്ച് കാല് മാറാണോ? ബോസാണല്ലോ, എടുക്ക്. എന്നിട്ട് എന്താന്ന് വെച്ചാ പറ. ഇവാടാ, എനിക്കൊന്ന് പ്രിൻസിയെ കാണാനുണ്ട്. അതുവരെ നീ ഇവിടെ ചുറ്റി കണ്ടോ? ആ അച്ചു, എന്നാ നീ കഴിഞ്ഞാ വിളിക്ക്. ക്യാൻറ്റീനിൽ പോയാലോ? ആ, അച്ചു വരട്ടെ, എന്നിട്ട് പോകാം. ഐ എം സോറി, ഞാൻ പെട്ടെന്ന് കണ്ടില്ല, അതാ. ഇത്ര പെട്ടെന്ന് പോയോ? എന്നാലും അവൻ എവിടെയോ കണ്ട പോലെ. ആ, എന്തെങ്കിലും ആകട്ടെ. ഇന്നലത്തെ പ്രൊജക്ട് ക്യാൻസൽ ആയത് അപ്പൊക്ക് നല്ലോണം വിഷമം വന്നിട്ടുണ്ട്. ഞാനത് ശ്രദ്ധിച്ചിരുന്നു. എടാ, പിന്നല്ലേ എന്റെ അനിയൻ അവൻ വന്നു. ആ മറ്റേ ചെക്കനോ, നീ അന്ന് പറഞ്ഞ യൂഎസിൽക്ക് നാട് വിട്ട മുതല്? ആ മുതല് തന്നെ. ഇനി അവനെ വിടാണ്ട് നോക്കാനാ ഞങ്ങൾ കപ്പയുടെ അടുത്തുള്ള ഉത്തരവ്. അത് കൊള്ളാലോ, വീട്ടിലുണ്ടല്ലോ ഓർഡറൊക്കെ. പിന്നല്ലാതെ ഇനി ഒരു ഐറ്റം കൂടെ വേറെ ഉണ്ട്. അത് പാരീസില്ല, അത് വേറെ ലെവലാ. എളിയ സന്താനം കരുതി അതിനു ശരി എന്നെക്കാളും മേലെയാ. ഈ ചൈമാരുടെ ഒക്കെ കുഞ്ഞു പെങ്ങളല്ലേ, അങ്ങനെ വരൂ. എന്നാലും ആളൊരു പാവാണ്. അതും വീട്ടിനുള്ളിൽ മാത്രം. പുറത്തിറങ്ങിയ അത് പുലിക്കുട്ടിയാ. ഇതൊക്കെ കേൾക്കുമ്പോഴാ ഒരനിയത്തി പോലും ഇല്ലല്ലോ എന്നുള്ള സങ്കടം. ലൂക്ക, നിന്നോട് പറഞ്ഞിട്ടുള്ളല്ലേ എന്റേതായിട്ടുള്ള എല്ലാതും നിന്റെ കൂടിയാണെന്ന്. ഞാൻ വെറുതെ അപ്പ ആണല്ലോ. എന്താണോ ഇനി ഈ ടൈമില്? എന്താ അപ്പ? നീ ഇപ്പൊ എവിടെ? കമ്പനിയിലുണ്ട്. എന്താ? എന്നിട്ട് നിന്നെ കാണുന്നില്ലല്ലോ. അപ്പ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വാഷ്റൂമിലാ. ആണോ? അതിന്റെ മുന്നിലാ ഞാൻ ഇപ്പൊ നിക്കുന്നേ. ആണല്ലേ? അല്ല, അപ്പ എപ്പ എത്തി? നീ കിടന്നുരുളാൻ നിക്കണ്ട. പൊന്നുമോന് കഫയിലിരുന്ന് സൊല്ലാണത് നന്നായി അറിയാം. അതുകൊണ്ട് വേഗം ഇങ്ങോട്ട് വരാൻ നോക്ക്. ഓ, ആണല്ലേ? എന്നാ ശരി അപ്പ, ഇപ്പൊ തന്നെ വന്നേക്കാം. സാർ എന്ത് പറഞ്ഞേ? നമ്മൾ ഇവിടുത്തെ സൊല്ലാണെന്ന് അപ്പ അറിഞ്ഞു. വേഗം ഇങ്ങോട്ട് വരാന്. നാണം കെട്ടു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ടാന്ന്. എന്റെ അപ്പല്ലേ, വേറെ ആരുമില്ലല്ലോ. ഇപ്പോഴേലും വന്നല്ലോ. ഞാനിവിടെ ബോറടിച്ച് പണ്ടാരടങ്ങി നിൽക്കുക. അതല്ലടാ നിന്നോട് ഇവിടെ ചുറ്റി കാണാൻ പറഞ്ഞേ. ഈ കോളേജ് മൊത്തം 2 റൗണ്ട് അടിച്ചിട്ടാ ഞാൻ നിൽക്കുന്നേ. ഇനി എനിക്ക് നടക്കാൻ പറ്റില്ല. എന്നാ നീ വാ, അവന്മാരുടെ അടുത്തേക്ക് പോവാം. അല്ല, ഇത് എപ്പോ എത്തി? കുറച്ച് മുന്നേ വന്നതേ ഉള്ളൂ. അല്ലടാ, നീ എന്നടാ ഈ കോളേജില്? അത് കൊള്ളാലോ. എനിക്ക് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആക്കണ്ടേ? നീ അല്ലടെന്ന് പറഞ്ഞ് നിന്റെ കോഴ്സ് ഒക്കെ കംപ്ലീറ്റഡ് ആണെന്ന്. അത് വെറുതെ പറഞ്ഞതാ. നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പപ്പ ഇവൻ അങ്ങോട്ട് അയച്ചതാ. അപ്പോ എല്ലാവരുടെ പ്ലാൻ ആയിരുന്നല്ലോ അത്. ഇല്ല വാ, ഇന്നതില് കൂട്ടണ്ട. ഈ അത് പോകുന്ന തലേന്ന് ഞാൻ അറിഞ്ഞു. എടാ എല്ലാം നമ്മുടെ അപ്പടെ കാഞ്ഞ ബുദ്ധിയാടാ. എന്നാലും ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. എടാ എന്തായാലും നമ്മളെല്ലാം കൂടെ അല്ലടാ ഒരു രസം. അത് കറക്റ്റാ. ഈ ബോണ്ട് അവിടെ കിട്ടൂല. പിന്നല്ലടാ, നിങ്ങളുടെ കൂടെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നില്ലേ? അവനെവിടെ? ഈ കോളേജിലല്ലേ പഠിക്കുന്നേ? അച്ചു, അവൻ ജിപ്രുവിന്റെ കൂടെ കാണും. അതു ജിപ്രു അത്ര വെടിപ്പില്ലെന്ന് അറിഞ്ഞത്. നീ അവനൊന്ന് നോക്കുന്ന നല്ലതാ. അത്രക്കൊന്നുമില്ലടാ, ഞങ്ങള് കൂട്ടുള്ളതാ. ആടാ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈതൻ എല്ലാരും വന്നോ? ബോസ് അലനും സച്ചിനും മാത്രം വന്നിട്ടില്ല. അവന് കൊടുക്കാനുള്ള കാശൊക്കെ കൊടുത്തില്ലേ? യെസ് ബോസ്, കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവരോട് ഇങ്ങോട്ട് വരാൻ പറ. ഫസ്റ്റ് പ്ലാൻ എന്തായാലും അങ്ങനെ സക്സസ് ആയല്ലോ. ഇനി അതുപോലെ തന്നെ മുന്നോട്ട് പോകണം. അവന്റെ അടിത്തറ എന്റെ കൈ കൊണ്ട് ഇല്ലാതാകണം.
അപ്പ ഒന്ന് പറ. എടാ മോനെ, ഞാൻ നിന്റെ അപ്പനാടാ, ഞാൻ എങ്ങനെയാടാ? പ്ലീസ് പപ്പ. പപ്പ പറഞ്ഞു മമ്മി കേൾക്കും. പിന്നെ ഒന്ന് പോടർക്കാം, എന്നിട്ട് വേണം അവളുടെ വായിരിക്കുന്ന മൊത്തം ഞാൻ കേൾക്കാൻ. എന്താണ് അവിടെ തന്റെ മോനെ കൂടി ഒരു പിറുപിറുക്കല്? എടാ ആൽവി, നീ ധൈര്യമായിട്ട് പറയടാ. പറയാനോ? എന്താണ് ആൽവി ഒരു പരിങ്ങലൊക്കെ? നീ വല്ല കൊടുത്തു കൊടുപ്പിച്ചോ? അത് മമ്മി ചെറുതായിട്ട്. അറിയായിരുന്നു, നിങ്ങളുടെ തന്തല്ലേ കൂടെയല്ലേ, അങ്ങനെ വരൂ. ആ, ഇനി അതോടെ എന്റെ നെഞ്ചത്തോട്ടിട്ട്. ആൽവി ആദ്യം നീ കാര്യം പറ, എന്നിട്ടാക്കാം ബാക്കി. അത് പിന്നെ മമ്മി, ഞാന് ആൽവി ചായ ധൈര്യമായിട്ട് പറ. ഈ ഞങ്ങളൊക്കെ അല്ലേ ഇവിടെ. അത് പിന്നെ മമ്മി, ഞാൻ ഒരാളുമായിട്ട് ചെറുതായിട്ടൊരു ഇഷ്ടത്തിലാ. ആണോ? എത്രയും നാളെ തുടങ്ങിയിട്ട്? ഒരു 2-2.5 വർഷമായി കാണും. നിനക്കൊരു 10 വർഷം കണ്ട് പറഞ്ഞ പോരായിരുന്നു. എന്തിനാ ഇത്ര നേരത്തെ പറഞ്ഞേ? എന്നെ നോക്കണ്ടേ, ഞാൻ ഇന്നലെ അറിഞ്ഞത്. ഓ ശരിക്കും എന്റെ ആൽവി ചായ പൊളിച്ച്. എന്നാലും ഈ വർക്ക് ഹോളിക്കിനൊക്കെ ആരെങ്കിലും പ്രേമിക്കോ? ഡാഡാ വേണ്ട. ആൽവി എന്നടാ കൊച്ചിന്റെ പേര്? ലൂക്ക അലക്സാണ്ടർ, നമ്മുടെ ആദുവിന്റെ ചേട്ടനാ. എന്നാലും ആ ചേട്ടന് നിന്നെ കിട്ടിയുള്ളൂ, വേറെ എത്രയോ നല്ലവന്മാര് ഇവിടെ ഉണ്ട്. മമ്മി, അത് കറക്റ്റ്. നീ അവന്മാരോടൊക്കെ ഇങ്ങോട്ട് വരാൻ പറ. കുറെ ആയാലോ കണ്ടിട്ട്, കൂടെ ഈ കാര്യം തീരുമാനിക്കാം. താങ്ക് യു മമ്മി, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. എടാ കഴിഞ്ഞില്ലേ, ഇറങ്ങിയാലോ? എന്റെ ഇച്ഛ ഇങ്ങനെ ധൃതി വെക്കല്ലേ. അതെ അതെ, എന്തായാലും അങ്ങോട്ട് തന്നെയല്ലേ പോകുന്നേ. ഓ ഇനി എന്നെ കളിയാക്കത്ത് പോയി റെഡി ആയിക്ക രണ്ടും. അച്ചു നീ വരുന്നില്ലേ? ഏയ് ഞാനില്ല, ഷോപ്പിൽ പോണം, ഇന്ന് ലോഡ് വരും. എന്റെ അച്ചു ഇന്നേലൊന്ന് ലീവ് പറ, ഒരു നല്ല കാര്യത്തിനല്ലേ പോകുന്നേ. ഇച്ഛ അത് പറ്റില്ല, ആകെ കുറച്ച് പേരേ ഉള്ളൂ. ഇനി ഞാനും കൂടി ലീവ് എടുത്താ ശരിയാവില്ല. ആ എന്നാ നീ വരണ്ട. ആ മക്കളെ കേറി വാടാ. ഗുഡ് മോർണിംഗ് സർ. എന്റെ ലൂക്ക സാറും ഗുഡ് മോർണിംഗ് ഒക്കെ അങ്ങ് ഓഫീസിൽ മതി, ഇവിടെ വേണ്ട. അങ്കിളെ ആന്റി ഇവിടെ കാണുന്നില്ലല്ലോ. നിങ്ങളൊക്കെ വരുമല്ലേ? കിച്ചണിൽ കയറിയിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. ലൂക്ക ആദ്യം ദേ വന്നേ കുടിച്ചേ. ഇതൊക്കെ എന്തിനാ ആന്റി? ഒന്നും പറയണ്ട, ഇതങ്ങോട്ട് കുടിച്ചാ മതി. അല്ല അച്ഛൻ ഇവിടെ? അവന് ഷോപ്പിൽ പോയി ആന്റി, തിരക്കാണെന്ന് പറഞ്ഞു. ആ നിങ്ങൾ വന്നോ? ഞാൻ ഫ്രഷ് ആകുമായിരുന്നു. അച്ചു നീ ഐവാനെ അങ്ങോട്ട് വിളിച്ചേ. എന്താ അപ്പ? അല്ല നീ എങ്ങോട്ടേലും പോകാൻ ഇറങ്ങിയാണോ? ആ അപ്പ, ഒരു അരമണിക്കൂർ, അതിനുള്ളിൽ ഞാൻ ഇങ്ങോട്ട് എത്തും. ആ എന്നാ ഇവ, ഞാൻ വീട്ടില് കുറച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, അത് വാങ്ങി വരണം. ആ ഇച്ച അത് ആദ്യം ഞാൻ ഇപ്പൊ വരാവേ. ആടാ നീ പോയിട്ട് വാ. ഈ രാവിലെ തന്നെ മുടിഞ്ഞ ട്രാഫിക് ആണല്ലോ. അത് മറ്റേ അവനല്ലേ? ആ നോക്കട്ടെ, അവൻ തന്നെയാണല്ലോ. എന്നാലും അവനെന്ത് വീട്ടിലോട്ട് വരാഞ്ഞേ? എന്നാലും ഇത്ര ധൃതിയിൽ ഇവൻ അങ്ങോട്ടാണ് അങ്ങ് പോകുന്നേ. കൂടെ പോയാലോ? ഓ മൈ കടവുളെ, ഇവനെന്തോന്ന് സൂപ്പർമാനാ. ഓ എന്ത് സ്പീഡിലാ പോകുന്നേ. കൂടെ ആരാണോ ഇത് ധൈര്യത്തിൽ ഇരിക്കുന്നേ? ഏത് കുറ്റിക്കാടിയിലേക്കാണോ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞു പോകുന്നേ? അലൻ പറഞ്ഞതൊക്കെ അറിയാലോ, മറക്കണ്ട. ആ അറിയാം. എന്താണ് ലേറ്റ് ആയേ? ഒന്നും പറയണ്ടടാ, ആ ജംഗ്ഷനിൽ മുടിഞ്ഞ ട്രാഫിക് ആയിരുന്നു. അല്ലടാ നിനക്ക് എക്സ്ട്രാ കിട്ടിയെന്ന് കേട്ടല്ലോ. ആ പ്രൊജക്ട് ലീക്കാക്കിയതിനല്ലേ? നിന്റെ ഒക്കെ ഒരു ഭാഗ്യം. പ്രൊജക്റ്റോ? ഇവന്മാര് പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതേടാ, പക്ഷെ ലൂതർ എങ്ങാനും എന്നെ കണ്ടുപിടിച്ച എന്റെ കഥ കഴിയും. ഇതുവരെ ഒന്നും ഉണ്ടായില്ലല്ലോ, അപ്പൊ ഇനി അതുപോലെ തന്നെ ആയിരിക്കും. ലൂതർ ഇനി അപ്പനെ കുറിച്ചാണോ ഇവരിങ്ങ് പറയുന്നേ? ചൂടാ, നീ എന്താടാ ഒന്നും ഇണ്ടാത്തേ? ഏയ് ഒന്നുമില്ലടാ, ഇന്നലെ മുതൽ നിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണല്ലോ. അത് 2 ദിവസമായി ഷോപ്പിൽ കയറിയിട്ട്. ഇനി ഓളറോട് ഞാൻ എന്ത് പറയും? ഏയ് അലൻ, അതൊക്കെ വിടുന്നേ. ഇപ്പൊ എന്താ ചെയ്യേ? എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ആ കണ്ടുപിടിക്കണം. നീ എവിടെയായിരുന്നു ഇത്രയും നേരം? ആ ട്രാഫിക്കിൽ പെട്ട് കിടക്കായിരുന്നു, അതാ ലേറ്റായി. അല്ല ചായ അവന്മാരൊക്കെ പോയോ? ഇല്ലടാ, അകത്ത് പപ്പയുടെ കൂടി ഇരുന്ന് കത്തിയടിക്കുവാ. ആഹാ അടിപൊളി.
ആദു വന്നേ നീ എന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണ്ട്. എന്നോടോ? നിന്റെ അരപ്പരി ലൂസായ ക്വസ്റ്റ്യൻസ് ആണേലേ ഇപ്പോഴേ പറയുക എന്നെ കൊണ്ട് പറ്റില്ല. ഏയ് അതൊന്നും അല്ലടാ, നീ ഇങ്ങോട്ട് വന്നേ. ആ ഇനി പറ, എന്താ നിനക്ക് ചോദിക്കാനല്ലേ? എടാ നിങ്ങളുടെ കൂടെ ഒരുത്തനും കൂടെ ഉണ്ടായിരുന്നില്ലേ, അവനേതാ? ആ അത് അച്ചു, അവൻക്കെന്താ? ഞാൻ ഇവിടുന്ന് പോകുന്നവരെ അവൻ ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പൊ ഇവിടുന്ന് വന്ന്. ഓ അങ്ങനെ. പിന്നെ അവന്റെ പേരും നാടൊന്നും എനിക്കറിയില്ലല്ലോ, അതും കൂടി ചോദിക്കാനാ വിളിച്ചേ. ആ അവന്റെ പേര് അലൻ വിൻസെന്റ്, ഞങ്ങളൊക്കെ അച്ചുന്ന് വിളിക്കും. ആളൊരു പാവ. പിന്നെ ഹീസ് ഓർഫൻ, നമ്മുടെ സെന്റ് മേരി ഓർഫനേജ് അല്ലേ, അവിടെ താമസം. അവിടുത്തെ ഫാദറിന്റെ ഹെൽപ്പോടെ +2 വരെ കംപ്ലീറ്റ് ആക്കി. ആ ടൈമില് അവൻ അവന്റെ ഇഷ്ടത്തിന് ഓർഫനേജിൽ നിന്ന് ഇറങ്ങി. ഫാദർ കുറെ പറഞ്ഞെങ്കിലും അവൻ കൂട്ടാക്കില്ലെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് 6 വർഷം മുന്നേ ലൂക്കാച്ചായൻ ഒരു ദിവസം കാമ്പനിയിൽ വരുമായിരുന്നു. അപ്പോ വഴിയിലാരോ കിടക്കുന്ന കണ്ടു നോക്കിയപ്പോ അച്ചുവാണ്. ബോധമില്ലായിരുന്നു. ഇച്ചാനെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പൊക്കെ ഇട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആദ്യമൊക്കെ വീട്ടിൽ കയറില്ലായിരുന്നു, പിന്നൊക്കെ ശരിയായി. അവൻക്ക് ഞങ്ങൾ അച്ചുന്ന് പേരിട്ട്. ആദ്യമൊക്കെ അവൻ ഹാപ്പി അല്ലായിരുന്നു. പിന്നെ അവൻ ഞങ്ങളിലുള്ള ആളായി. പേരൻസില്ലാത്ത വിഷമം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. അതുകൊണ്ട് ഒരു ഫാൻ പോലെ ഞങ്ങൾ അവന്റെ കൂടെ നിന്നു. എന്റെ അതിന്റെ കൂടെ കോളേജിലും ചേർത്തി. പക്ഷെ ഇതിനും കൂടെ അവന്റെ ഉള്ളിൽ കുറ്റബോധം വന്നിട്ടായിരിക്കാം ഞങ്ങൾ അറിയാതെ ഒരു പാർട്ട് ടൈം ജോബുകൾ കയറി. ഒക്കെ പോയി ഞങ്ങൾക്കൊരു ബാധ്യത ആകണ്ടെന്ന് വെച്ച് ചെയ്തതാണത്രേ. കുറെ പറഞ്ഞ് ഇതൊന്നും അവനെ കേൾക്കണ്ടേ. ഇന്നവന് ഞങ്ങളുടെ കൂടെ വരാത്തൊരു റീസൺ അതായിരുന്നു. ഷോപ്പിലെന്തോ ലോഡിങ് എന്തോ ഉണ്ട് അത്ര. ഒരു സ്റ്റോറി തന്നെ ഉണ്ടല്ലോ. ആടാ ഹീസ് ഗുഡ് പേഴ്സൺ ബട്ട് സംതിങ് എന്തവനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. എന്താന്നറിയില്ല. ഓ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അവനൊന്ന് ശ്രദ്ധിച്ചേക്ക്, കാര്യമില്ലല്ലോ. മേ ഐ കമ്മിങ്? യെസ് കമ്മിങ്. എന്താണ് സാറേ, ബിസി ആണോ? ആ നീയോ, എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളു ഇച്ച. അല്ല അപ്പ ഇവിടെ ഒരു ക്ലയന്റിനെ കാണാൻ പോയേക്കുവാ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? ഇല്ല ഇച്ച, ഞാൻ കാണാത്തോണ്ട് ചോദിച്ചതാ. എന്നാ വർക്ക് നടക്കട്ടെ, ഞാൻ അവിടെ ഒന്ന് ചുറ്റി കാണട്ടെ. ആടാ. ഇന്നലെ അവനല്ലേ ആ ഗോഡൌണിൽ വെച്ച് കണ്ടത്? ലൂക്കച്ചായ? ആ ആരിത്, ഇവാനോ? എന്താടാ ഇങ്ങോട്ടൊരു വരവ്, അതും പതിവില്ലല്ലോ. ഞാൻ വെറുതെ ഇങ്ങോട്ട് വന്നപ്പോ കാണാന്ന് വെച്ച്. ഓ പിന്നെ സച്ചു, ഇത് ഇവ നമ്മുടെ ആൽവിയുടെ അനിയനാ. ഹായ്, ഐ എം സച്ചിൻ ദേവ്. ഹലോ സച്ചിൻ. ഇവ നീ ഇപ്പൊ തന്നെ പോകുവോ? ഇല്ല അച്ഛാ, എന്നാ നിങ്ങളുടെ വർക്ക് നടക്കട്ടെ. ആദു, നിന്നെ അച്ചു വിളിക്കുന്നുണ്ട്. ഈ ടൈമിലോ? ബ്രേക്ക് കഴിയാനായില്ലേ? ആ എനിക്കറിഞ്ഞുണ്ടടാ, നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ആ അമ്മേ, എന്തോന്ന് അച്ചു, നീ എന്നെ കൊല്ലുവോ? എന്താണ് മിസ്റ്റർ ഏഡൻ അലക്സാണ്ടർ, വന്നിട്ടൊരു മൈൻഡും ഇല്ലല്ലോ. ഓ അത് തോന്നിയാകും മിസ്റ്റർ അലക്സ് ജൂഡ് ജസ്പർ. അതെ, എന്റെ തോന്നൽ തന്നെയാ. ഇതും കൂടെ ചേർത്തു അതില്. അച്ചു മതി, ആരെങ്കിലും കണ്ട സീനാവും. എന്നാ അങ്ങനെ ആവട്ടെടാ. അല്ല നീ അതെന്നാലും വിളിച്ചിട്ട് എടുക്കാഞ്ഞേ? അതോ നിന്നെ പോലെ പാതിരെ കോഴിയല്ല ഇങ്ങനെ ഉറങ്ങാതിരിക്കാന്. ഓ ഉറങ്ങിയതാണല്ലേ. അല്ല നമ്മുടെ കാര്യം വീട്ടിൽ പറയണ്ടേ? അത് അച്ചു ഇപ്പൊ തന്നെ വേണോ? എന്നായാലും പറയണ്ടേ. ആൽവിയുടെ കാര്യം ഇപ്പൊ സെറ്റായി. സോ നമ്മുടെ കാര്യം സീനൊന്നും ആവില്ല. എന്നാ പിന്നെ പറയാം. പറ്റില്ല അച്ചു, നീ ചെയ്തേ പറ്റൂ. എടാ ചിപ്രു, എന്നെ കൊണ്ട് ആവില്ലടാ. അച്ചു നിനക്കെല്ലാം അറിയുന്നതല്ലേ, എന്നിട്ടും ആടാ അറിഞ്ഞിട്ട് തന്നെ വന്നത്. പക്ഷെ ഒരാളെ കൊല്ലുന്നൊക്കെ പറഞ്ഞ എനിക്കറിയില്ലടാ. പ്ലീസ് നീ എങ്ങനെയെങ്കിലും ആ ബോസിനോട് പറയും. ഞാൻ എന്ത് പറയാനാടാ, എല്ലാവർക്കും ഓരോ പ്ലാൻസ് ഉണ്ട്. അച്ചു നോക്ക്, നീ ആ പറഞ്ഞ ടൈമിൽ അവിടെ എത്തിയാ മതി. ജസ്റ്റ് ഷൂട്ട്, അത്രയും മതി. ബാക്കി കാര്യങ്ങളൊക്കെ പിള്ളേർ സെറ്റാക്കും. ഇനി ആരൊക്കെ ഇതിലുണ്ടെന്ന് പറഞ്ഞാലും എന്നെ കൊണ്ടാവില്ലടാ. അഡ്വാൻസ് ഞാൻ തിരികെ തന്നേക്കാം. ഇനി ഇതിലേക്ക് ഞാനില്ല. അച്ചു നീ ചുമ്മാ കളിക്കല്ലോ. ബോസിന് സ്വഭാവം അറിയാലോ, നിന്നെ വെച്ചേക്കില്ല. അങ്ങനെയാണെങ്കിൽ എന്നെ കൊന്നോട്ടെ. ഇച്ചയുടെ നല്ല മനസ്സും കൊണ്ട് മാത്രമാ ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകുന്നേ. ഇല്ലേല് ഞാൻ അന്നേ പോയേനല്ലോ. അച്ചു ഞാൻ പറയണതെല്ലാം പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം. ആളുടെ ഫോട്ടോ ഞാൻ അയച്ചേക്കാം. അച്ചു എന്താണ് നിനക്ക് പറ്റിയേ? വന്നപ്പോ മുതൽ ഇരിപ്പാണല്ലോ. നീ എന്തെങ്കിലും ഒന്ന് വായി തുറന്ന് പറ. അച്ചു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളോട് തുറന്ന് പറ. ഞങ്ങളൊക്കെ ഇല്ല കൂടെ. ശരി, നിനക്ക് ഞങ്ങൾ ആരും അല്ലല്ലോ. ആരുന്നല്ലേ എല്ലാം തുറന്ന് പറഞ്ഞേനെ. അത് പോട്ടെ, നീ ഇങ്ങനെ ഇരിക്കല്ലോ, വന്ന് കഴിച്ച്. ഇച്ച എന്റെ ലോകത്തിന് നിങ്ങളോ. പക്ഷെ ഞാൻ ഇന്ന് ഷോപ്പിലേക്ക് ഒരു ഫാമിലി വന്നിരുന്നു.
പപ്പയും മമ്മിയും ഒരു മോനും കൂടെ. അവരുടെ സ്നേഹമൊക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അപ്പയും അമ്മയും ഓർമ്മ വന്നേ. ഇതുവരെ നേളിയെ കണ്ടിട്ടില്ലല്ലോ. അവരുടെ സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അച്ചു, നിനക്ക് ഞങ്ങളില്ലടാ, അത് പോരെ. നിന്റെ ഇച്ചല്ലേ അപ്പനും അമ്മക്കായിട്ട്. അച്ചു, ഇതേ നോക്കിക്കടാ, നിനക്ക് എന്തിനു കുറവ് വന്നിട്ടുണ്ടോ? ഉണ്ടേലും പറയണം. ഈ ഇച്ച നിന്റെ അപ്പയുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാം ചെയ്തു തരും. ഇനി ഇതാരണ ഈ ടൈമില്. ആ, നീയാണോ? കേറി വാടാ. ആ, ഇവ നീ ഇരിക്കേ. കുടിക്കാൻ എന്താ വേണ്ടേ? എന്റെ ലൂക്കാച്ച, ഞാൻ വീരുന്നക്കാരൊന്നുമല്ല ഇങ്ങനെ സൽക്കരിക്കാന്. നീ കഴിച്ചായിരുന്നോ? ആടാ, കഴിച്ചിട്ട് വന്നേ. അല്ല, അവനക്ക് എന്താടാ, ഓക്കെ അല്ലേ? ആടാ, ഓക്കെ ആണ്. പക്ഷേ അവന്റെ അപ്പയും അമ്മയും ഓർത്ത് അവൻ ഡെസ്പായത്. അച്ചു, നീ പോയി ഫ്രഷ് ആയി വാ. വന്നപാടെ ഇരുന്ന് ഇരിപ്പല്ലേ. ഇവിടെ ആകെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അതൊന്ന് ചെറുതായിട്ട് മേക്ക് ഓവർ ചെയ്ത്. ആ, എന്നാ പിന്നെ ഇവിടെ ചുറ്റി കണ്ടിട്ട് വരാം. കൊള്ളാം, നല്ല വൃത്തിയുള്ള റൂം. കുളിക്കുവാണല്ലേ? എടുത്തേക്കാം. അച്ചു, നിനക്ക് 3 days ടൈം തന്നിട്ടുണ്ട്. അതിനുള്ളിൽ നീ തീർത്തേക്കണം. പേരും ഡീറ്റെയിൽസും VP ഇട്ടേക്കാം. ഇത്ര പെട്ടെന്ന് കട്ടാക്കിയോ? എന്താണ് അവനെ തീർക്കണെന്ന് പറഞ്ഞ്? ഷേ, ഇതൊരു ലോക്കുമല്ലേ? ഇനി എന്തായാലും VP തുറന്നു നോക്കാം. ഇച്ചായൻ? അപ്പോ ഇച്ചാനാണോ അവന്മാർ തീർക്കാന്ന് പറഞ്ഞേ? ഇവിടെ എന്ത് നടക്കുന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അച്ചു, നീ എങ്ങോട്ടെങ്കിലും പോകുവാണോ? ഇച്ച, അത് ഷോപ്പ് വരെ പോകണം. ഇന്നേരത്തോ? ഇപ്പൊ നീ പോകണ്ട, നാളെ പോവാം. അതേടാ, ഈ ടൈം പോയാൽ ശരിയാവില്ല. അത് പറ്റില്ല ഇച്ച. ഇങ്ങോട്ട് വരുമ്പോ എന്നോട് പറഞ്ഞിരുന്നു. ഡാ അച്ചു, എന്നാലും പോകുന്നു. ടൈം 10 കഴിഞ്ഞില്ലേ? ഞാൻ ശ്രദ്ധിച്ചോളാം ഇച്ച. ഞാൻ ഒന്ന് ഇറങ്ങട്ടെ. ഈ ചെക്കനൊന്ന് പെട്ടെന്ന് വന്നാ മതിയായിരുന്നു. ഇച്ച, എന്നാ ഞാൻ ഇറങ്ങുവാ. ഏതായാലും ഇത്രയും ടൈം ആയല്ലോ. എന്താ വരാൻ പറഞ്ഞേ? അച്ചു, നിന്നോട് ലാസ്റ്റ് ആയിട്ട് പറയുക. ഇപ്പൊ വെച്ച് ഇതിൽ നിന്ന് പോകരുത്. ആദ്യമേ ഞാൻ എന്റെ തീരുമാനം പറഞ്ഞല്ലോ, അതില് മാറ്റില്ല. എന്നാ ശരി. അലൻ, ബോസിനെ അറിയാലോ. നിന്നിപ്പോ തന്നെ വാച്ച് ചെയ്യാൻ ആളെ ഇറക്കിയിട്ടുണ്ട്. സോ കെയർഫുൾ ആയിട്ട് ഇരിക്കണം. Je danse avec le vent, la pluie, un peu d'amour, un brin de miel et je danse, 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 danse. Le ciel, le jour, la nuit, je danse avec le vent, la pluie, un peu d'amour, un brin de miel et je Are you okay? I'm okay. അധികം നേരം ഇവിടെ ചുറ്റിക്കറങ്ങി നിൽക്കണ്ട. വേഗം വീട്ടിൽ പോകാൻ നോക്ക്. താങ്ക് യു. അത് പിന്നെ താനാരാ? ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ഓക്കെ, പറഞ്ഞത് മറക്കണ്ട. ഇന്നലെ നീ എവിടെ ആയിരുന്നു? അത് പപ്പ ക്ലബിൽ പോയതാ. ടൈം പോയത് അറിഞ്ഞില്ല. അവിടെ കിടന്നുറങ്ങി. എന്റെ പൊന്നീവ, നിന്റെ ഈ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല. എന്നാലും ആ പാവത്തിനൊക്കെ ആർക്കെങ്കിലും കൊല്ലാൻ കഴിയോ? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. ഇനി പ്രസന്റേഷനൊക്കെ ആര് വെക്കും എന്തോ. അപ്പൊ സച്ചിന്റെ വീട് വരെ ഒന്ന് പോകണ്ടേ? പോകണം. കൂടെ കുറച്ച് കാശും കൊടുക്കണം. പിന്നെ അച്ചോ, നീ ആ ഡാനിയലൊന്ന് പോയി കാണണം. എത്രയും പെട്ടെന്ന് ഈ കേസ് തെളിയിക്കണല്ലോ. അപ്പ അത് ഞാൻ പറയാനിരിക്കുമായിരുന്നു. അച്ചു, നിന്നോട് ചോദിച്ചു ഇതൊക്കെ എന്താ? നിന്നോട് അപ്പോഴും ഞങ്ങൾ പറഞ്ഞതാ പോകണ്ടാന്ന്. ഇപ്പൊ എന്തായി? അനുഭവിച്ചോ? മതിയുടെ നിർത്ത്. അച്ചൂടാ, നീ പോയി ഫ്രഷായിക്ക്. ഇച്ച, ഞാന് ഒരാളടുത്ത് കുറച്ച് കാശ് കടം വാങ്ങിയിരുന്നു. അത് തിരിച്ചുകൂടാൻ ലേറ്റ് ആയതിന് അയാള് ആളെ വിട്ട് എന്നെ തല്ലിച്ചത്. അച്ചു, നിനക്ക് കാശ് വേണം, ഞങ്ങളോട് ചോദിച്ചുകൂടായിരുന്നു. എന്തിനാ ആൾക്കാരുടെ തല്ല മേടിക്കുന്നേ? അത് പെട്ടെന്ന് ഒരാവശ്യം വന്നപ്പോ കഴിഞ്ഞത് കഴിഞ്ഞ്. ഇനി അങ്ങനെ ചെയ്യണ്ട. നീ ആ കൊടുക്കാനുള്ള ഡീറ്റെയിൽസ് പറ, ഞാൻ പോയി കൊടുക്കാം.
ഇവ നീ ഇവിടെ ഉണ്ടായിരുന്നോ? അത് ഇവനൊന്ന് കാണാൻ വന്നതാ. അച്ചു നീ വാടാ ഇരിക്ക്. അല്ല ഡാനി, സച്ചിന്റെ കേസ് എന്തായി? വല്ലതും കിട്ടിയോ? എന്നാ ഞാൻ ഇറങ്ങുവാ ഡാനി, പിന്നെ എപ്പോഴേലും കാണാം. ആടാ, ഇനി അന്നത്തെ പോലെ മുങ്ങാൻ നിൽക്കരുതേ. ഇല്ലടാ. പിന്നെ അച്ചു ഞാൻ പോകുവാണേ. ആടാ, നീ പോകുമ്പോ ഇതും കൂടെ വാങ്ങിയേക്ക്. ഓ ശരി സാർ. അച്ചു ഇനി ഈ ഭാഗത്ത് ശിവസൽക്ക് പോവോ? ആഹാ, അതിന് പോകാൻ ഞങ്ങൾ സമ്മതിക്കണ്ടേ? അവന് 2 മാസം കഴിഞ്ഞിട്ട് പോകുന്നൊക്കെ എന്നോട് പറഞ്ഞത്. നിനക്ക് അപ്പന്റെ സ്വഭാവം അറിയില്ലേ, അവനെ ഇനി വിടൂല. വന്ന കാര്യം മറന്ന്. അല്ല ഡാനി, എവിഡൻസ് എന്തെങ്കിലും കിട്ടിയോ? അത് വെച്ച് ആളെ പിടിക്കാൻ പറ്റില്ലേ? എവിഡൻസ് പറയാനായിട്ട് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ മർഡർ ചെയ്ത ആള് അത്ര ചില്ലറക്കാരനൊന്നല്ല. ഫിംഗർ പ്രിന്റ് വെച്ച് കണ്ടുപിടിക്കാൻ ഈസിയാ. ബട്ട് അങ്ങനെ ഒരു ഫിംഗർ പ്രിന്റ് സച്ചിന് ബോർഡിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മേ ബി ഗ്ലൗസ് ഇട്ടിട്ടായിരിക്കാം ഈ മർഡർ ചെയ്തത്. സോ അതിനർത്ഥം പ്ലാൻ മർഡർ ആണെന്നല്ലേ? സോ ഇനി വേറൊരു വഴിയില്ല ഡാനി. ഇനി ഒന്നേ ഉള്ളൂ, CCTV. ബോഡി കിടന്നിരുന്ന പോലീസിലെ CCTV ചെക്ക് ചെയ്താ വേണമെങ്കിൽ കിട്ടാം, ഇല്ലെങ്കിൽ കിട്ടാതിരിക്കാം. നീ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഇത് നമ്മുടെ കൂടെ ആവശ്യമാണല്ലോ. അച്ചു, ഞങ്ങൾക്ക് പറ്റുന്നിടത്തോളം ഞങ്ങൾ ചെയ്യാം. അച്ചൂടാ, പോയ കാര്യം എന്തായി? അപ്പ കുറച്ച് കോംപ്ലിക്കേറ്റഡ് കേസാണെന്നാ അറിഞ്ഞ്. ഒന്നും ഇതുവരെ പറയാനായിട്ടില്ല. എത്ര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും ക്ലിയർ ആക്കിയേ പറ്റൂ. അതൊക്കെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് അപ്പ. അല്ലപ്പ, ഇവ അങ്ങോട്ട് വന്നായിരുന്നോ? ഡാനിയെ കാണാൻ പോകുമ്പോ അവനോട് ഉണ്ടായിരുന്നു. ഓ, അവനോട് ഉണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ മുമ്പ് അവനോട് എത്തിയതാ. ഇവൻ ഇവിടെ ഇല്ലേ? ഇതേതാ ഫോണ്? ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇതിലെങ്ങനെ സച്ചിന്റെ ഫോട്ടോ? നീ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു കോളിലായതുകൊണ്ട് അറിഞ്ഞില്ല. അല്ലവാ, ഇതേതാ ഫോണ്? ഇത് ഞാന് അവിടെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നയാ. നിനക്ക് ഇങ്ങനെ ഫോണുള്ള കാര്യം നീ പറഞ്ഞിട്ടില്ലല്ലോ. ചേടാ, എല്ലാം ഞാൻ പറയണമെന്നുണ്ടോ? എനിക്കും വേണ്ട ഒരു പ്രൈവസി ഒക്കെ. ഓഹോ, അപ്പോ നിന്റെ ഫോണില് ഈ സച്ചിന്റെ പിക്ക് എങ്ങനെ വന്നു? അത് വാൾപേപ്പർ തന്നെ. അത് ഞാൻ ചുമ്മാ ഇട്ടയാ. ഇതുവരെ നേരിട്ട് കാണാത്ത നീ എന്തിനാ അവന്റെ പിക്ക് വാൾപേപ്പറിൽ ഇടുന്നേ? എന്തോന്ന് അച്ചു ഇത്? ഒരുമാതിരി സ്കൂൾ പിള്ളേരെ പോലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നേ. നീ ഒന്ന് പൊയ്ക്കേ. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഈ ചോദിക്കുന്നേ. അപ്പോ എല്ലാം അറിഞ്ഞു, പിന്നെന്തിനാ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ? അവന്റെ ഫോൺ എങ്ങനെ നിന്റെ കയ്യിൽ വന്നീവ? നീ എന്താ ഞങ്ങളിന്നൊക്കെ മറക്കുന്നുണ്ട്? നീ എന്താ ചെയ്തവനെ? നിന്നെ ഇവിടെ ന്യൂസിലേക്ക് പറത്തിയതിന്റെ റീസൺ ഞാനിപ്പോൾ മറന്നിട്ടൊന്നുമില്ല. എന്നെ വിടടാ, നീ ആരടാ എന്നെ പിടിക്കാന്? ഒന്നടങ്ങി മിസ്റ്റർ സച്ചിൻ ദേവ്. എടാ, നീ ആൽവിയുടെ അനിയൻ? യെസ്, ഓഫ് കോഴ്സ്. നീ ബ്രില്യന്റ് ആണല്ലോ. ഇത്ര പെട്ടെന്ന് എന്നെ കണ്ടുപിടിച്ചല്ലോ. എന്താണ് നിനക്ക് വേണ്ടേ? എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അതോ, ഒരു കാര്യം ഉണ്ടെന്നേ. എന്ത് കാര്യം? എന്നെ നയിച്ചു വിട്. ഹേയ്, ശബ്ദം കുറക്ക്. എനിക്ക് ഇനോയിൻസൽസ് ഒന്നും അത്ര പിടിക്കില്ല. നീ അത് കാര്യം പറഞ്ഞേ. കിടന്ന് തുള്ളല്ലടാ. ആദ്യം നീ ഞാൻ ചോദിക്കുന്നത് ആൻസർ പറ. എന്തിനാ പ്രോജക്റ്റ് ലീക്ക് ആക്കിയത്? പ്രോജക്റ്റോ? ഏത്? എനിക്കൊന്നും അറിയില്ല. എന്നോടും ചോദിക്കും വേണ്ട. നിനക്കറിയില്ലടാ. നീയല്ല ലീക്ക് ആക്കിയേ? ഇല്ല, എനിക്കൊന്നും അറിയില്ല. ഞാനല്ല ലീക്ക് ആക്കിയത്. നിനക്ക് നിന്റെ വോയിസ് കേട്ട് മനസ്സിലാവോ? എന്നെ കളിപ്പിച്ചു തരാം. അത് പിന്നെ ഞാൻ അതിന്റെ ഞാനും പറഞ്ഞ റീസൺ എന്താന്ന് വെച്ചാ പറ. റീസൺ പ്രത്യേകിച്ച് ഒന്നുമില്ല. ലീക്കാക്കിയാൻ തോന്നി ലീക്കാക്കി. അങ്ങനെ വഴിയില്ലല്ലോ. നിന്നെ കൊണ്ട് ഇതാരും ചെയ്യിപ്പിക്കുന്നതാ? അല്ല, ഞാൻ അതിന് എന്നെ ഇഷ്ടപ്രകാരത്തിൽ ചെയ്തതാ. നീ വർക്ക് ചെയ്യുന്ന ഓഫീസിലെ പ്രോജക്റ്റ് നീ തന്നെ ലീക്കാക്കുന്നു. നീ വിശ്വസിക്കാൻ പറ്റുന്ന എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ പറ. എനിക്കൊന്നും അറിയില്ല. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞില്ലേ? സോ മിസ്റ്റർ സച്ചിൻ ദേവ്, താനൊന്നും പറയില്ലെന്ന് സാരം. എന്നാ പിന്നെ നിനക്ക് പരലോകത്തേക്ക് പോയാലോ? പരലോകോ? താനെന്തേ പറയുന്നേ? എന്തേ മനസ്സിലായില്ലേ? നിന്നെ അങ്ങോട്ട് തട്ടിയാലോ? നോ പ്ലീസ്. എനിക്ക് അനുസരണ ഇല്ലാത്തവരെ തീരെ പിടിക്കില്ല. പിന്നെ ഞാൻ ചോദിക്കുന്നതിന് പയറുമണി പോലെ ആൻസർ പറയണം.
ലീക്കാക്കി എന്താന്ന് വെച്ചാൽ അത് നിനക്കറിയില്ല. നിന്റെ പിന്നിലെ ബോസ് ആരാന്ന് വെച്ചാൽ അത് നിനക്കറിയില്ല. പിന്നെ നീ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? സർ, ഡോണ്ട് കിൽ മീ സർ, പ്ലീസ്. എന്നെ കൊല്ലല്ലേ സർ, ഒരൊറ്റ ചാൻസ് എനിക്ക് വേണം. ചാൻസ്? അതും നിന്നെ പോലെ ഒരു ചതിയന്? നോ വേ. എന്തായാലും പൊന്നുമന്റെ ടൈം കഴിഞ്ഞിരിക്കുന്നു. സോ ഗുഡ് ബൈ. ഇവ നീ നീ അവനെ Damn it. നീ ഇത് എന്ത് ഭാവിച്ചാ? ചതിയന്മാരെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? മാലയിട്ട് പൂജിക്കണോ? എന്നാ എന്നെ കൊണ്ടത് പറ്റില്ല. ഇവ അതൊക്കെ ശരി തന്നെ, പക്ഷേ ഇനി ഇതിന്റെ പേരിൽ നിനക്കെന്ത് സംഭവിച്ചാലോ? നിനക്കറിയാത്തോണ്ടാ അപ്പ ഈ കേസിനെ പിറകെയാ. എങ്ങാനും നീയാണെന്ന് ഇത് ചെയ്ത് അറിഞ്ഞാല് നോ വേ അച്ചു. എനിക്കെന്ത് സംഭവിക്കാൻ? എല്ലാം പ്ലെയിനായിട്ട് ചെയ്ത് തന്നെയാ. നിനക്കൊന്നും സംഭവിക്കാതിരുന്നാ മതി. അപ്പയോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. പക്ഷെ ആ സച്ചിൻ എങ്ങനെ ഇത് ചെയ്യാൻ കഴിയുന്ന അത്രയും ട്രസ്റ്റ് ആയിരുന്നു അവനോട്. പുറംമൂടി കണ്ടിട്ടാണോ അച്ചു ഒരാളെ ട്രസ്റ്റ് ചെയ്യണ്ടേ? എന്തായാലും നടക്കേണ്ടത് നടന്നു. ഇനി അവന്റെ പിന്നിൽ ഒരു ഗ്യാങ് തന്നെ ഉണ്ടെന്ന് അറിഞ്ഞു. സോ അതോടെ ക്ലിയർ ആക്കണം. ഇവ നിന്നോട് വേണ്ട ഒന്നും പറയില്ല, പക്ഷേ നീ ശ്രദ്ധിക്കണം. അപ്പ അറിഞ്ഞാൽ പിന്നെ ഇല്ല അച്ചു, ആരും അറിയില്ല. എല്ലാം ഒന്ന് കലിങ്ങി തെളിഞ്ഞിട്ട് ഞാൻ തന്നെ അപ്പയോട് പറയാം. ഷിറ്റ്, നമ്മളവരെ ഫോളോ ചെയ്യുന്നുണ്ട്. ബോസ്, അലനതില് ഒരു പങ്കുമില്ല. അവനെ ചാട്ടപ്പ്. ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. അവനെ കണ്ടാ തിരിച്ചറിയാൻ കഴിയോ? ബോസ്, അത് പിന്നെ ഫുള്ള് കവർ ചെയ്തോണ്ട് ഫേസ് അങ്ങനെ വ്യക്തമായി. പിന്നെ നിങ്ങളെ കൊണ്ട് എന്ത് യൂസാ ഉള്ളത്? ഓരോന്നിന് എണ്ണി കാശി വാങ്ങിക്കുമല്ലോ. ബോസ്, ഞങ്ങൾ മാക്സിമം അവനെ ഐ ഡോണ്ട് നീഡ് എക്സ്പ്ലനേഷൻ. വൺ മോർ തിങ്, അലനെ ഇനി വെച്ചെത്താൻ പാടില്ല. സച്ചിയുടെ കാര്യം അറിയാലോ. സോ ഇന്ന് തന്നെ അവനെ തീർത്തേക്കണം. ബോസ്, അലൻ ആരോട് അങ്ങനെ പറയില്ല. ഇനി ആരാണോ ഈ നേരത്ത്? എടാ, ഒന്ന് പോയി നോക്കിയേ ആരാണെന്ന്. ഇവന്മാർക്ക് എന്താ ചെവിയും കേട്ടൂടെ? എവിടെ പോയി കിടക്കുവാണോ എന്തോ. ഇച്ചായ, ഇത് ഞാനാ ഈതൻ. അച്ഛന്റെ ഫ്രണ്ട് അല്ലേ? അവൻ പറഞ്ഞിട്ടുണ്ട് കേറി വാടാ. ഇല്ല അച്ഛാ, കേറാൻ ടൈമൊന്നുമില്ല. ഞങ്ങള് അവനൊന്ന് കാണാൻ വന്നതാ. എന്നാ ഞാൻ അവനെ വിളിച്ചിട്ട് വരാം. അച്ഛ വന്നേ, ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ഈ ടൈമിലോ? എടാ, ഞാനില്ലടാ, നിങ്ങള് പൊക്കോ. അച്ചു, നീ കളിക്കല്ലേ, ബോസ് പറഞ്ഞു വിട്ടതാ. എടാ, ഇച്ചാൻ സമ്മതിക്കില്ല. ഇച്ചായ, ഇവനൊന്ന് കൊണ്ടുപോക്കോട്ടെ, ഒരു പാർട്ടി ഉണ്ട്, അതിനെ കൂടാനാ. നീ ആയോണ്ട് ഇവനെ വിടുന്നേ. പിന്നെ നേരത്തെ ഇങ്ങോട്ട് എത്തിക്കോണം. ഇച്ചായ, അന്നത്തെ പോലെ ഒന്നാവാതിരുന്ന മതിയായിരുന്നു. അല്ല ചായ, അച്ഛൻ അങ്ങോട്ടാ പോയേ? അതും ഈ നേരത്ത്? അവന്റെ ഫ്രണ്ടില്ലേ ഈതൻ, അവൻ വിളിച്ചോണ്ട് പോയതാ. എന്തോ പാർട്ടി ഉണ്ട് ഇത്രേ. പാർട്ടിയോ? എന്തിനാ അച്ഛൻ അവനെ വിട്ടേ? അതെന്ത് ചോദ്യവാടാ? അവൻക്കും ആഗ്രഹം കാണില്ലേ അങ്ങോട്ടൊക്കെ പോവാന്? അച്ഛോ, ഐ എം സോറി. ഞാൻ കാരണം നിനക്കിങ്ങനെ. എനിക്കറിയില്ലടാ. ജിബ്രു, എന്താടാ എന്തിനു സോറി ഒക്കെ? ജിബ്രു, നീ എന്തിനു കരയുന്നേ? കാര്യം പറ. അലൻ, വി ആർ സോറി. സച്ചിയുടെ മരണം നീ അറിഞ്ഞു കാണുമല്ലോ. അതിന്റെ പിന്നില് നീയാണെന്ന ബോസിന് ഡൗട്ട്. നീ അങ്ങനെ ഒരാളല്ലെന്ന് ഞങ്ങൾ ഒരുപാട് പറഞ്ഞു നോക്കിയതാ. പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഞാനായിട്ട് ചൂസ് ചെയ്തതാണല്ലോ ഇത്. എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ. പക്ഷേ എന്നെ കാത്തിരിക്കുക അവര്. ജിബ്രുടാ, നീ കരയില്ല. നീ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എല്ലാം ഞാൻ തന്നെയല്ലേ ചെയ്തേ. പിന്നെ അവസാനമായിട്ട് എന്നെ ഒന്ന് കാണാൻ വേണ്ടി ചാർജ് കൊടുക്കണം പ്ലീസ്. എൻ്റെ റിക്വസ്റ്റ് ആയിട്ട് കൂട്ടിക്കൊന്നി. ഇവ, ഇന്നലെ നീ എവിടെയായിരുന്നു? അത് പപ്പ ക്ലബിൽ പോയതാ. ഇവ, നീ എന്ന് മുതലേ കള്ളം പറയാൻ തുടങ്ങിയേ? ഈ കാണുന്നൊക്കെ എന്താ? അത് വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ആയതാ. ഇവ, നിനക്കെന്ത് പറഞ്ഞാലും മനസ്സിലാവില്ലേ? അതെങ്ങനെ? റോക്കറ്റ് പോലെ ഒടിച്ചില്ലേ? അതിലിരിക്കാൻ പറ്റില്ലല്ലോ. ഇനി നീ 10 മണിക്ക് ശേഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. അഥവാ ഇറങ്ങിന്ന് ഞാൻ അറിഞ്ഞ. ഇച്ചായ, അവന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? പിന്നെ എന്തിനാ വഴക്ക് പറയാൻ നിൽക്കുന്നേ? ഓവർ സ്പീഡ് കാരണം അവൻ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. ഇപ്പൊ ഞാനിത് പറഞ്ഞില്ലേ, അടുത്ത പ്രാവശ്യം വരുമ്പോ ഇതിലും കൂടുതലായിട്ട് അവൻ വരും.
ഇച്ചായ ഇങ്ങനെ കരയല്ലേ, നിർത്തിക്കേ. അവൻ വരും, വരാതെ എവിടെ പോവാനാ? പെട്ടെന്ന് തിരിച്ചു വരാന്ന് പറഞ്ഞു പോയിട്ട് ഇതിപ്പോ രാവിലെ ആയിട്ട് അവൻ. ഇച്ചായ അവരുടെ കൂടെ സ്റ്റേ ചെയ്തിട്ടുണ്ടാകും. രാവിലെ ആയല്ലോ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞ് അവൻ വരും. എനിക്ക് പറ്റുന്നില്ലടാ, അരുതാത്തത് എന്തോ നടക്കുന്ന പോലെ. ഇച്ചായ വെറുതെ ഓരോന്ന് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടല്ലേ, അവൻ വരും. ആൽവിച്ചായന ഇങ്ങത്താ, ഞാൻ എടുക്കാം. ലൂക്ക, നീ നേരത്തെ എത്തിയേക്കണം, ഒരിടം വരെ പോകാനുണ്ട്. ആൽവി, ഞാനില്ലടാ, എനിക്ക് പറ്റില്ല. ഇല്ലെന്നോ? നീ തന്നെയല്ലടാ പറഞ്ഞേ അങ്ങോട്ട് പോകണമെന്ന്. ആൽവി, നമുക്ക് പിന്നൊരു ദിവസം അങ്ങോട്ടേക്ക് പോവാം. ലൂക്ക, നീ കരയുവാണോ? എടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ റിലാക്സ്ഡ് ആയി ഇരിക്ക്, അവൻ വരും. ഒരു കാര്യം ചെയ്യ്, നിങ്ങളെല്ലാരും കൂടെ ഇങ്ങോട്ട് വാ, നമുക്ക് അവനെ കണ്ടുപിടിക്കാം. അച്ചു, എന്തെങ്കിലും വിവരം കിട്ടിയോ? ലാസ്റ്റ് ആയിട്ട് ജംഗ്ഷനിലൂടെ പോകുന്ന കണ്ട്. അവിടുന്ന് അങ്ങോട്ട് രാത്രിയായോണ്ട് CCTV ഒന്നും ക്ലിയർ അല്ല. ലൂക്ക, നീ ഇങ്ങനെ കരയല്ലടാ, അവന് നമ്മൾ കണ്ടെത്തിയിരിക്കും എവിടെ ആണേലും. കുഞ്ഞെ, നീ ഇങ്ങനെ കരയല്ലേ, എന്തെങ്കിലും അസുഖം വരും. അച്ചു ഇങ്ങോട്ട് തന്നെ വരുമല്ലോ, ഞാൻ സമാധാനപ്പെടും കുഞ്ഞെ. ഇവ ഡാനിയോട് പറഞ്ഞില്ലേ? ആ അപ്പ, അവര് അന്വേഷിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയ അറിയിക്കാന്ന് പറഞ്ഞു. ഇവ അച്ചുവിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ലപ്പ, ഒന്നും പറയാനായിട്ടില്ലെന്നാ അവര് പറഞ്ഞേ. അവരുടെ അവസ്ഥ കണ്ടിട്ടു എങ്ങനെ നിനക്ക് പറയാൻ കഴിയുന്നീവ? അച്ചു, നീ ഇങ്ങ് വന്നേ. അച്ചു, നീ? അവനെല്ലാം പറഞ്ഞു. ചെയ്തത് തെറ്റാണെന്ന് പറയില്ല, പക്ഷെ ഇന്നലെ തന്നെ നിനക്കത് പറയായിരുന്നു. ഇവ എനിക്കങ്ങനെ നിന്നോട് പറയണമെന്നറിയില്ല. ഒരുപാട് നന്ദിയുണ്ട് അവനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നതിന്. എടാ ഇവ, ഇന്നലെ തന്നെ നിനക്ക് പറഞ്ഞുകൊണ്ടായിരുന്നു അവന് കിട്ടിയ കാര്യം. എന്തെടാ കോൾ എടുക്കാഞ്ഞേ? എല്ലാം പൊളിഞ്ഞാനേ ഇപ്പോ. അച്ചു നിന്റെ റൂമിലേക്ക് വന്നിരുന്നു, അപ്പോഴാ കണ്ട്. പക്ഷെ അവനെല്ലാം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. കടക്കാരവനെ കിഡ്നാപ്പ് ചെയ്തുന്നും നീ അവനെ രക്ഷിച്ചതെന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഇന്നലെ തന്നെ അവരോട് പറയണ്ടെന്നും അവൻ തന്നെ പറഞ്ഞത്. അപ്പോ ആരും ഒന്നും അറിഞ്ഞിട്ടില്ലല്ലേ? അപ്പോഴും സംസാരം കേട്ടപ്പോ ഞാനിതൊക്കെ ചിന്തിച്ചു. അത് വിട്, അല്ല അവന്മാരൊക്കെ അവർക്കൊന്നും അറിയില്ലെന്നാ പറഞ്ഞു. പക്ഷെ ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാ അവന്റെ ബോസിന്റെ ഫേസ് പോലും അവർ കണ്ടിട്ടില്ല. എന്ത് ഫേസ് പോലും കണ്ടിട്ടില്ലെന്നോ? ആടാ, എല്ലാരും ഒന്ന് ഇരുത്തി ചോദിച്ചു, ഒരു പിടുത്തം കിട്ടുന്നില്ല. അതൊക്കെ ശരിയാക്കാം. പിന്നല്ലേ, അച്ചുവിന് നിന്നെ കുറിച്ച് നല്ല മതിപ്പാണല്ലോടാ. എന്ത് ചോദിച്ചാലും കൊണ്ടുതരും, കൂട്ടിന് ഇരിക്കാൻ പറഞ്ഞ് ഇരിക്കും. അങ്ങനെ കുറച്ചൊക്കെ അവൻ പറഞ്ഞു. എന്താടെ ഒരു കള്ളച്ചിരി? ഇനി ഞാനറിയത് രണ്ടാളും കൂടി ലൈൻ വലിക്ക് വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ എന്നെ അറിയാലോ. ഓ ഇല്ല സാറേ, സാറൊന്ന് പോയിക്കാട്ടെ, ഇത്ര നേരായില്ലേ. ചാച്ചാ നോക്ക്, എന്നെ പറഞ്ഞു വിടാൻ എന്താ അവന്റെ ഒരു ഇത്. ഞാൻ പോകുവാണേ. ഇനി അച്ചു എവിടെയാണോ എന്തോ, കൊറേ ആയി അവനൊന്ന് കെട്ടിപ്പിടിച്ച് കിടന്നിട്ട്. അച്ചുവോ? എടാ, അച്ചു എന്നും കിടക്കുന്നിടത്ത് കിടന്നോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അത് പറ്റില്ല, അവനക്ക് വയ്യാനിട്ടല്ലേ ഇവിടെ കിടന്നേ. ഇപ്പൊ അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ, ഈ നാൾ സമ്മതിക്കൂല. എടാ അതുമോനെ, അവനിവിടെ കിടന്നോട്ടെ, ഇത്ര വയസ്സ് അവനിവിടെ തന്നെയല്ലേ കിടന്നേ. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. അവിടെ നിന്ന് മടുക്കണ്ട, ഇങ്ങ് പോരെ. നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട്. ഇത്രയും ഡേയ്സ് വെയ്യഞ്ഞിട്ട് വിട്ടതാ. അല്ല, നീ എങ്ങനെ അവന്മാരുടെ കയ്യിലെത്തി? എല്ലാം അറിഞ്ഞിട്ട് തന്നെ ചോദിക്കുന്നേ, അതുകൊണ്ട് ഒന്നും വിടാതെ പൊന്നുമോനെ എല്ലാം കൂടെ തുറന്നു പറഞ്ഞേ. അത് കാശിന് അത്യാവശ്യം വന്നപ്പോ ജിബ്രുവിന്റെ അല്ല ഈദന്റെ കെയർ ഓഫിൽ കയറിയതാ. പക്ഷെ നന്നായിട്ടുണ്ട്. ഇനി നീ ആ പരിപാടിക്ക് ഇറങ്ങിക്കരുത്. ഇനി ഇറങ്ങിയെന്ന് ഞാൻ അറിഞ്ഞ അവന്മാരുടെ അവസ്ഥ അറിയാലോ, അതുപോലെ ആക്കി തരും. അല്ല, നീ എന്തിനാ നിൽക്കുന്നേ? കിടക്കാൻ നോക്ക്. കൗച്ചിലല്ല, ഇവിടെ വന്ന് കിടക്കാനാ പറഞ്ഞ്. നിന്റെ കൂടെയോ? അത് പറ്റില്ല.
എന്തേ എന്നെ പേടിയാണോ? എടോ ഞാൻ പേടിച്ച് തിന്നത്തൊന്നുമില്ല, അതുകൊണ്ട് വേഗം വന്ന് കിടക്കാൻ നോക്കൂ, എനിക്ക് ഉറങ്ങണം. ഷേ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ? കിടക്കുന്ന കണ്ടില്ലേ, ഒരു പാവ മുയൽക്കുഞ്ഞിനെ പോലെ. ഉണർന്നു കഴിഞ്ഞാലല്ലാതെ പുലിയ കുട്ടിയാണെന്ന്. ഈ മുയൽ എന്റെ കൺട്രോൾ മിക്കവാറും കളയുന്ന തോന്നുന്നേ. നീ അപ്പൊ ഉറങ്ങില്ലായിരുന്നോ? ഇല്ലല്ലോ, അതുകൊണ്ടല്ലേ കണ്ണു തുറന്നേ. അല്ല എന്നെന്തിനാ കിസ് ചെയ്തേ? അത് എന്നും എനിക്ക് തയ്യാറുണ്ടല്ലോ. ഓഹോ, അപ്പോ നീ എല്ലാം അറിയുന്നുണ്ടല്ലേ? എന്നാ ബാക്കി കൂടെ തന്നേക്ക്. ഇല്ലല്ലോ, അത് എനിക്ക് ചെറുതായി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിനോട്ട് കാര്യം പറഞ്ഞിരുന്നു. അത് പിന്നെ ഉണ്ടല്ലോ, നിനക്കെന്നെ ഇഷ്ടമാണെന്തോ അങ്ങനെന്തോ കുറച്ച്. ഈ നാൾ എപ്പോഴേക്കും ഇതൊക്കെ വിളമ്പിയോ? അപ്പൊ എന്നെ ശരിക്കും ഇഷ്ടമാണോ? അത് എനിക്കറിയില്ലടാ, ആരോടും തോന്നാത്ത എന്തൊരു ഫീല് എനിക്ക് നിന്നോട് തോന്നിയേ. ഓ അങ്ങനെ. എന്നാ ഞാൻ എന്റെ കാര്യം പറയട്ടെ, എനിക്ക് നിന്നെ ഇഷ്ടമാണെങ്കിലോ? അറിയാം. എന്താ പറഞ്ഞേ? അത് തന്നെ. നാളെ അപ്പോഴും ഞാൻ പറയാം. നിന്നോടപ്പോ ചോദിക്കാം ഞാൻ നിന്റെ ആരാണെന്ന്. അപ്പൊ നീ എന്തറിയും? അത് നീ എന്റെ യു ആർ മൈ മാഫിയ ബോയ് ഫ്രണ്ട്. എടാ ഞാൻ മാഫിയ ഒന്നും അല്ലടാ. എന്ന് വെച്ച് എന്റെ മാഫിയ ആയിക്കൂടെ? എന്നങ്ങനെ ആയിക്കോട്ടെ. അല്ല എന്നെ കുറിച്ച് വല്ലതും അറിയോ നിനക്ക്? അറിയാലോ, അന്ന് പിക്ക് ചെയ്യാൻ വന്നില്ലേ, അന്ന് മുതൽ നിന്നെ നോക്കുന്നതാ. പിന്നെ അത് നിന്നെ കുറിച്ച് എല്ലാം എന്നോട് പറഞ്ഞു. അതൊക്കെ ശരി തന്നെ. എന്നാലും നീ കുറച്ച് വെള്ളം കുടിക്കും. അച്ചോ, can I